കാണാതെ പോയ എന്നെ തേടി വന്നല്ലോ നീ ചാരേ. നിത്യജീവൻ നൽകിയ ദേവാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. വളർത്തുമൃഗങ്ങളിൽ മനുഷ്യരോട് വളരെ ഇണങ്ങി കഴിയുന്ന പ്രയോജനപ്പെടുന്ന ഒരു മൃഗമാണ് ആട്. പലയിനം ആടുകൾ ഉണ്ട്, നമുക്കതിനെക്കുറിച്ച് അറിയാമല്ലോ, ഞാനതവിടെ വിവരിക്കുന്നില്ല. ചെമ്മരിയാടുകളുടെ രോമം വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ ആടുകളുടെ പാലും മാംസവും ഉപയോഗപ്രദമാണ്. നമ്മുടെ നാട്ടിൽ ആടുകളുടെ കൃഷി വളരെ കുറവാണ്. ചില ഫാമുകളിൽ ധാരാളം ആടുകളെ കൃഷി ചെയ്ത് ആദായം എടുക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും നൂറുകണക്കിന് ആടുകളെ വളർത്തി ഉപജീവനം കഴിക്കുകയും ധനം സമ്പാദിക്കുകയും ചെയ്യുന്നവരുണ്ട്. ബൈബിളിൽ മൃഗസമ്പത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആടുകളും കന്നുകാലികളും കഴുതയും കുതിരയും ഒട്ടകവും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന ധനികരെക്കുറിച്ച് ബൈബിളും ചരിത്രവും വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ മേയ്ക്കുന്ന ഇടയന്മാരെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം ആടുകളെ പരിപാലിക്കുകയും മേയ്ക്കുകയും ചെയ്യുന്ന ഇടയന്മാരും കൂലിക്കാരായ ഇടയന്മാരും ഉണ്ടായിരുന്നു. യേശു ജനിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതും പലസ്തീനിലായിരുന്നല്ലോ. അവിടെ ഉണ്ടായിരുന്നവർക്ക് ആടുകളെക്കുറിച്ചും അതിനെ മേയ്ക്കുന്നതിനെക്കുറിച്ചും നല്ല അറിവുള്ളവരായിരുന്നു. അതുകൊണ്ട് യേശു ആടുകളെക്കുറിച്ചും ഇടയന്മാരെക്കുറിച്ചും പറഞ്ഞപ്പോൾ കേൾവിക്കാർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആടുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആടുകൾ വളരെ പേടിയുള്ള മൃഗങ്ങളാണ്. ഒരാട് ഓടിയാൽ മറ്റേ ആടും ഓടും. കാര്യമെന്തെന്നറിയാതെയുള്ള ഓട്ടം. ദൂരക്കാഴ്ച കുറവായതുകൊണ്ട് അപ്പോൾ കണ്ട പുല്ലും ഇലകളും തിന്നുകൊണ്ട് മുന്നോട്ട് പോകും. ചിലപ്പോൾ വന്ന വഴി അറിയാതെ വിഷമിക്കും. കുഴിയിൽ വീണാൽ സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയുമില്ല. ഈച്ചകളും പ്രാണികളും അവയെ ശല്യപ്പെടുത്തും. അവ ചെവിയിലും മറ്റും കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അതിനാൽ ഇടയന്മാർ നല്ലപോലെ ശ്രദ്ധിക്കുക പതിവാണ്. ആടുകൾക്ക് വെള്ളം ധാരാളം ആവശ്യമാണ്. അവയുടെ ശരീരത്തിൽ 70% വെള്ളമാണ്. പരിഭ്രാന്തരായാൽ തലങ്ങും വിലങ്ങും ഓടും. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ അവയെ പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. ഒരു നല്ല ഇടയൻ ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കും. പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു എന്നാണ്. കർത്താവായ യേശുക്രിസ്തു കാണാതെ പോയ ആടിനെ കണ്ടെത്തിയ ഒരു ഇടയനെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ പ്രഭാഷണത്തിൽ അത് വ്യക്തമാക്കുകയുണ്ടായി. എന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനവും വളരെ ശ്രദ്ധേയമാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടാണല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ മഹത്തായ മറ്റൊരു പ്രസ്താവനയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്രകാരം തന്നെ ക്രിസ്തു പാപികളായ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു, മനുഷ്യവർഗത്തെ വീണ്ടെടുത്തു. ഇസ്രായേൽ രാജാവായ ഡേവിഡ് പറയുന്നത് ഇപ്രകാരമാണ്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ല. സങ്കീർത്തനങ്ങൾ 23:1. നമുക്ക് ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത് നിത്യവും നമ്മെ പരിപാലിക്കുന്ന നല്ല ഇടയനായ കർത്താവിൻ്റെ നല്ല ആടുകളായി നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. മാനുഷികമായ എത്ര സംരക്ഷണം ഉണ്ടായാലും മനുഷ്യൻ ഭയചകിതനാണ്. എന്നാൽ ദൈവികമായ സംരക്ഷണം അനുഭവിക്കുന്നവർ സമാധാനമായി ജീവിക്കും. പ്രിയമുള്ളവരെ, നല്ല ഇടയനായ കർത്താവിൻ്റെ സംരക്ഷണം അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. നിത്യജീവന്റെ ഉറവയെങ്കിൽ നിന്നും ദാഹജലം തരുമേ, നിത്യജീവജലം